ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെന്നെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ആണ്. എൻ്റെ കുഞ്ഞിൻ്റെ അറിയാമല്ലോ, കുഞ്ഞ് വന്നു. അയ്യേ റോഷം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാനുള്ളത് കളമശ്ശേരിയിലാണ്. ഒരു ഫോട്ടോഷൂട്ടിനായിട്ട് ഞാൻ വന്നതാണ്. ഞാൻ ആക്ച്വലി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ ഒരു എൻ്റെ കുഞ്ഞു അല്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. കുഞ്ഞുവാവ് പുറത്ത് വന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും എനിക്കൊരു ബേബി ബോയ് ആണ്, എനിക്കല്ല ഞങ്ങൾക്ക് ഒരു ബേബി ബോയ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ കുഞ്ഞിൻ്റെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പേജസിലൊക്കെ നോക്കി ലാസ്റ്റ് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഞാനും അമ്മയും വാവയും കിറ്റിച്ചേട്ടനും കൂടെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അവനെ ഞാൻ അകത്ത് റാപ്പ് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ട് ആണ് ഞാൻ പുറത്ത് വന്ന് ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം. അമ്മേനെ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് ഫോട്ടോ എടുക്കണം. അതിന് വന്നത് തുണിതൊക്കെ അതുകൊണ്ടാണ്. എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ക്യൂട്ടായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇരിക്കണം. ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊന്നുമില്ല. കരി എഴുതി, കണ്ണു എഴുതി, പൊട്ടും തൊട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ എടുത്ത് ഓട്ടം അല്ലേ? പ്രശ്നമുള്ളേ സ്വന്തമായിട്ട് ഉറക്കുള്ള പ്രശ്നമുള്ള ഞാൻ വിളിച്ചപ്പോഴേ ഉണ്ട്. നമ്മൾ ഉറക്കാ ഓഹോ. വീട്ടിൽ ഞാൻ ഇവനെ കിടത്തി ഉറക്കി കഴിയുമ്പോൾ ഞാൻ പറയും മിണ്ടരുത് ആരോടും എന്നൊക്കെ. എന്നിട്ട് ഇവരെങ്ങാനും ഉറക്കിയാൽ എൻ്റെ അമ്മയോ പപ്പയോ അല്ലെങ്കിൽ അമ്മയെങ്ങാനും കൊച്ചിനെ ഉറക്കി കിടത്തിക്കുന്നെങ്കിൽ ഞാനൊരു ശബ്ദം ഉണ്ടാക്കി എന്താടി ശബ്ദം ഉണ്ടാക്കണം കൊച്ചുറങ്ങണേണെന്ന് കണ്ടിട്ട്. ഇത് തന്നെ ഞാനും സ്വന്തമായിട്ട് ഉറക്കുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ്. വല്ലവരും ഉറക്കുമ്പോഴേക്കും
ഇവിടെ വന്നിട്ട് നമ്മൾക്ക് എങ്ങനെയുണ്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട? എനിക്ക് കൊച്ചിന് വർക്കൗട്ട് സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടിപ്പ് കറക്റ്റായിട്ട് അറിയാം എങ്ങനെ കൊച്ചിനെ പിടിക്കേണ്ടതെന്ന് ഓർക്കേണ്ടത്. കുഞ്ഞു തുണി കൊണ്ടെടുക്കുമ്പോൾ അതിലാണ് പൊതിക്കുക. കുഞ്ഞു തുണി കൊണ്ട് നന്നായിട്ട് പൊതിയാണ്. ഇവിടെ എനിക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടു. അവർ ഭയങ്കര എക്സ്പെർട്സാണ് പിള്ളേരെ ഉറക്കാനും ഷേപ്പ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. അമ്മ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ക്ലാസ് എനിക്കറിയില്ല പഠിക്കാനായിട്ട്. ഇതാണ് അവരുടെ സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ചെയ്യണമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തൊക്കെയാ ഇവിടെ നമ്മൾ മെറ്റൻറ്റ് ചെയ്യും, പിന്നെ ന്യൂബോൺ ഷൂട്ട്, പിന്നെ ബാപ്റ്റിസം, ബർത്ത്ഡേ, പ്രീ ബർത്ത്ഡേ ആൻഡ് ഫ്ലോറിൽ അതെല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നമുക്ക് ഒരു 150 തീമുകൾ ഇരിക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതെല്ലാം വുഡൻ്റെയും അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ്. അതല്ലാതെ തന്നെ മിനിമൽ തീംസ് ഉണ്ട് പറയാം. കുറച്ച് ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനത്തെ മിനിമൽസ് യൂസ് ചെയ്യുക. എഴുതാം. പിന്നെ മെറ്റൻറ്റിക്കകത്ത് ബാൻഫോർട്സ് പല തീമുകളുണ്ട്. ഇവിടെ ഈ ഉള്ള ആംബിയൻസിന് ഞങ്ങൾ കുറേ തീമുകൾ സെറ്റ് ചെയ്യും. ഇവിടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫീസ് ഈ ഫ്ലോർ എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രോപ്പർട്ടീസ് അവർ ബന്ധപ്പെട്ടിടാറുണ്ട്. കൊച്ചി ഇതുപോലത്തെ പ്രോപ്പർട്ടീസിൻ്റെ സ്ഥാപനം വേറെ എങ്ങും ഇല്ല, ഇതാണ് ഉള്ളത്. ഇവിടേക്ക് പോയാൽ നമ്മുടെ ഇപ്പോൾ ഈ മിനിമം മാക്സിമം കൊച്ചിയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉള്ളവരാണ് നമ്മുടെ മിനിമം ബേസിക് പാക്കേജ് ആണ്. പിന്നെ നമുക്ക് അതിലേക്ക് എടുക്കും. പക്ഷേ ട്രാവലിംഗ് എക്സ്പെൻസ് എക്സ്ട്രാ വാങ്ങിക്കുന്നു. ദൂരത്താണെങ്കിലും കൊച്ചി തന്നെ ഓൾ കേരള ട്രാവൽമെന്റിലെല്ലാം എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബേബി ബുക്കിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി നോക്കുക.